കിഫാക്ക് കഥകളി നാടിൻ പൊന്നോണം കൊട്ടാരക്കര കൂട്ടായ്മയുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് പോകാനുണ്ട്. ഞാനും ബിജോളിയനും ദീപോളിയനും കൂടി ഒരുമിച്ച് പോവുകയാണ്. ജോബിൻ നേരത്തെ അവിടെ കൺവീനറായുണ്ട്, അവനോട് ഉത്തരവാദിത്തങ്ങളും പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അവനവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിയോട് കൂടിയാണ് പ്രോഗ്രാം പറഞ്ഞിരുന്നത്. ഞങ്ങളൊരു 6:30 ആവുമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തി ഞങ്ങളുടെ കൊട്ടാരക്കര പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ തന്നെ എല്ലാ മെമ്പർമാരും, നല്ല നാട്ടുകാരും സുഹൃത്തുക്കളും, ഒരു അടിപൊളി മാവേലി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി എന്നെ സ്വീകരിച്ചു. സത്യം പറഞ്ഞ അഭിമാനം തോന്നി. ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു കലാകാരനായതുകൊണ്ടാണല്ലോ എനിക്ക് ഇതുപോലുള്ളൊരു പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. അതിന് ജഗദീശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ച കൊട്ടാരക്കര പ്രവാസി കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങളോടും അതുപോലെ തന്നെ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അവിടെ വേദിയിലെത്തി അവിടെ ഇരുന്നു നല്ല സൂപ്പർ ചെണ്ടമേളമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സംഘടനയിലുള്ള എല്ലാവരും കലാകാരന്മാരാണ്. ഈ സംഘടനയിലുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗംഭീര ചെണ്ടമേളമാണ് ആ വേദിയിൽ നടന്നത്. അതിനുശേഷം മാവേലിയും കൂടി ആ ഒരു ചെണ്ടമേളത്തിലേക്ക് ഒത്തുചേർന്നു. നല്ല ക്രൗഡുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം വളരെ സന്തോഷമാണ് എല്ലാവരെയും ഒന്ന് കാണുക. പ്രത്യേകിച്ച് എന്നെ പോലെ കലാകാരനെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചതിന് നന്ദി. ആങ്കറൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ല തിരുവാതിര ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല നല്ല ഒന്നാം തരം തിരുവാതിരയായിരുന്നു. സൗണ്ടും ലൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു സദസ്സായിരുന്നു. തിരുവാതിരയ്ക്ക് ശേഷം നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാൻ ഗസ്റ്റായിട്ട് വന്നു, ഒരു 2 വാക്ക് സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ചേട്ടാ ഒരു പ്രോഗ്രാം ഇന്നലെ കാണിക്കണമെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയൊരു ഗെയിം ഷോ ചെയ്തു. ഗെയിം ഷോ ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഒരു 15-20 മിനിറ്റോളം പ്രോഗ്രാം ചെയ്തു. അതിനു മുമ്പ് ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് സതീശ വരുമ്പോൾ മുണ്ടും ഷർട്ടും ഇട്ടോണ്ട് വരണമെന്ന് പറഞ്ഞു. പ്രോഗ്രാം സമയത്ത് ഞാൻ വേറെ ഷർട്ട് ഇട്ടിട്ടാണ് പ്രോഗ്രാം ചെയ്തത്. പിന്നെ സമ്മാനദാനം ഒരുപാട് 55-60 ഇഞ്ച് TV ഒക്കെയാണ് സമ്മാനദാനമായിട്ട് കൊടുത്തത്. പിന്നെ എനിക്കൊരു ഉപഹാരം, വളരെ മനോഹരമായ ഒരു ശില്പമാണ് എനിക്ക് തന്നത് കേട്ടോ. അതതിന് സുഗന്ധ ബുക്ക് തന്നു. വളരെയേറെ സന്തോഷം ഈ ഒരു മഹനീയമായ വേദിയിൽ നിന്ന് ഈ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ സംഘടനയുടെ ക്രിക്കറ്റ് ക്ലബ്ബ് സൂപ്പർ ക്രിക്കറ്റ് ടീമാണ്. അതിന്റെ ജേഴ്സിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഞങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഒരുപാട് വലിയ സദസ്സായിരുന്നു. പിന്നെ പാട്ടും ബഹളവും എല്ലാം ഉണ്ട്, പരിപാടി ഉണ്ട്. പിന്നെ വിഭവസമൃദ്ധ സദ്യ ഉണ്ടായിരുന്നു. സദ്യ പക്ഷെ 9 മണിക്കാണ് സദ്യ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും 9 മണി എന്നൊക്കെ പറയുമ്പോൾ തവണത്തെ നല്ല ചൂടോടുള്ള സദ്യ തുടങ്ങി. കുറെ ആൾക്കാരെല്ലാം കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഒന്നാം തരം സദ്യയായിരുന്നു കേട്ടോ. അതിനുശേഷം സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ്. സമ്മാനം സ്പോട്ടിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു, 10ഓളം സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും വലുത് TV ആയിരുന്നു കേട്ടോ. TV ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, 2 സമ്മാനം അടിച്ചത് എന്റെ 2 സുഹൃത്തുക്കൾക്കാണ്. ഒന്ന് ബിജുവിനും പിന്നൊന്ന് ജോബിനും. ഒരു കുക്കറും ഒരു മിക്സിയാണ് അവർക്ക് 2 പേർക്കും അടിച്ചത്. അങ്ങനെ സമ്മാനദാനം എല്ലാം നൽകി. കൂപ്പൺ നറുക്കെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ജോബിനും അടിച്ചു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് സഹകരിച്ചിട്ട് നമ്മൾ നറുക്കെടുക്കുമ്പോൾ ഒരു കൂപ്പൺ സമ്മാനം അവർക്ക് അടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിനുശേഷം അവിടുത്തെ സമ്മാനദാനങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അതാണ് ബിജുവിനാണ് ഒരു സമ്മാനം കുക്കർ അടിച്ചത്. ബിജു എല്ലാ വർഷവും ബിജു പറയുമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ വിഷ്ണുവിനെ കണ്ടു. എന്റെ വീടിന് തൊട്ടടുത്ത വിഷ്ണുവിന്റെ വീട്. വിഷ്ണുവിന്റെ കാർ വാഷും ഉദ്ഘാടനം ഞാനായിരുന്നു നാട്ടില്. വിഷ്ണുവിനെ ഞങ്ങൾ ഒരുമിച്ച് ഓണസദ്യയൊക്കെ കഴിച്ചു.
അതിനുശേഷം ഞാൻ നേരെ ദീപുളിന്റെ വീട്ടിലോട്ട് പോയി. ഇതാണ് ദീപുവിന്റെ വീട്. ദീപും വൈഫും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ ചെന്നപ്പം ആ ഭയങ്കര ടി വിയാണ്, വലിയ വലിപ്പമുള്ള ടി വിക്കകത്ത് എന്റെ എപ്പിസോഡ് ഏഷ്യാനെറ്റിൽ ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം ഒന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. വലിയ ടി വിയിലാണ് കണ്ടത്. അതിനുശേഷം പ്രോഗ്രാമൊക്കെ കണ്ടു. തിരിച്ച് ഞങ്ങൾ നേരെ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. ബിജുവും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് തിരിച്ച് റൂമിലേക്ക് പോയി. റൂമിൽ പോയിട്ട് സദ്യ ഒരു 9 മണി കുറച്ചേ കഴിച്ചുള്ളൂ. ഒരു 2 മണിയാകുമ്പോൾ പറഞ്ഞു നമുക്കൊന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞ് നേരെ ഒരു രാത്രി 2 മണിയോട് കൂടി ഖത്തറിൽ വന്നു. അവിടുത്തെ ഒരു ഷോപ്പിൽ വന്നിട്ട് മട്ടൻ ഒക്കെ മേടിച്ചു. തിരിച്ച് രാത്രി കൂടി ചെന്നപ്പോൾ കാണാൻ ആ റിസപ്ഷന്റെ അവിടെ ഒരു പൂച്ച സാറ് അവിടെ ഇരിക്കുന്നു. ഞാൻ തടവിയപ്പോഴും അളിയിൽ ഭയങ്കര സുഖമായി. തലയൊക്കെ അങ്ങ് പൊക്കി തന്ന് നല്ല ഇണക്കം കേട്ടോ. ആ കയറി പോകുന്ന വഴിയിലാണ് അളിയിൽ ഇരിക്കുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു. കണ്ണൊക്കെ അടച്ച് തടവിയപ്പം ഭയങ്കര സുഖിച്ചങ്ങ് ഇരിക്കുക സാറ്. അപ്പൊ പൂച്ച സാറിനെ കണ്ടു. നേരെ റൂമിലെത്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൂച്ച സാറിനെ തൊട്ടതിന് ശേഷം സോപ്പിട്ട് കൈ കഴിയതിനു ശേഷമാണ് ആഹാരം എടുത്ത് കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ പൂച്ചയെ തൊട്ടിട്ട് കൈ കൊണ്ട് ആഹാരം കഴിച്ചെന്ന് പറയരുത്. നല്ല മട്ടന്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ, വലിയ മട്ടൻ ഫ്രൈ മേടിച്ചു. പിന്നെ റൊട്ടി ടൈപ്പ് എന്തുകൊണ്ട് കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കഴിച്ചാൽ കഴിയുമ്പോൾ 3 മണിയായി. അതിനുശേഷം 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഉറങ്ങാനായിട്ട് കിടന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോഴൊക്കെ